മാഷിത്ത ബീവി ചരിത്രം. മിഅ്റാജിൻ്റെ രാത്രിയിൽ നബിയുമായി ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ, എവിടെ നിന്നാണ് ആ പരിമളം? അത് ഖബറിൽ നിന്നാണ്. ജിബ്രീൽ മറുപടി പറഞ്ഞു. ഖബറിൽ നിന്നോ? റസൂൽ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ. അത് ഏത് പ്രവാചകൻ്റെ ഖബറാണ്? റസൂൽ ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, പ്രവാചകൻ്റെതൊന്നുമല്ല, അതൊരു അടിമപ്പെണ്ണിൻ്റെയും അവരുടെ 3 മക്കളുടെയും ഖബറാണ്. ഖിയാമത്ത് നാൾ വരെ ആ ഖബറിൽ നിന്നും ഈ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കും. റസൂൽ അത്ഭുതത്തോട് ചോദിച്ചു, ഇത്രയും വലിയ മഹോന്നതയിലെത്താൻ ആ അടിമപ്പെണ്ണ് എന്ത് പുണ്യമാണ് ചെയ്തത്? ജിബ്രീൽ നബിക്ക് സംഭവം വിവരിച്ചു കൊടുത്തു. അവൾ ഫിറഔൻ്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീയായിരുന്നു. പേര് മാഷിത്ത. മാഷിത്തായും ഭർത്താവ് ഹിസ്കീലും അവർ ആരുമറിയാതെ അള്ളാഹുവിനും മൂസാ നബിയിലും വിശ്വസിച്ചു. ഒരു ദിവസം മൂസാ നബി അവളോട് പറഞ്ഞു, മാഷിത്ത, നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം. ഒരു ദിവസം ഫിറഔൻ്റെ മോളുടെ മുടി ചീകിക്കൊടുക്കാൻ ചീപ്പ് കയ്യിലെടുത്ത മാഷിത്ത ഉടനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു. ഇത് ഫറോവ അറിഞ്ഞു. തൻ്റെ കൊട്ടാരത്തിലെ ഒരു അടിമപ്പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ അരിശം കൊള്ളിച്ചു. ഞാനല്ലാതെ ഒരു യജമാനൻ വേറെയില്ലെന്ന് കരുതി ജീവിച്ച ഫറോവ മാഷിത്തായെ വിളിച്ചു. അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനായി വലിയൊരു അഗ്നികുണ്ഡം പണിതു. അതിൽ തീ കത്തിച്ച് ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു. അഗ്നികുണ്ഡത്തിനരികെ മാഷിത്ത ബീവിയെ കൊണ്ടുവന്ന് ഫിറഔൻ പറഞ്ഞു, മാഷിത്ത, ഇത് നിനക്കുള്ളതല്ല. നിന്റെ 3 മക്കളെയും എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ്. എന്തു പറയുന്നു നീ? നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നോ ഇല്ലയോ മാഷിത്ത? ഉറച്ച തീരുമാനത്തോടെ മാഷിത്ത പറഞ്ഞു, ഇല്ല ഇല്ല, എന്നെയും എൻ്റെ 3 മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറകോട്ടില്ല. ഇതുകൊണ്ട് രോഷാകുലരായ ഫറോവയും കൂട്ടുകാരും അഗ്നി കൊണ്ട് തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് മാഷിത്ത ബീവിയും 7 വയസ്സുള്ള മൂത്ത കുട്ടിയും പിടിച്ചുകൊണ്ടുവന്നു. ആ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയിട്ട് കരിച്ചു കളയാൻ അടുപ്പിനരികിൽ വെച്ച ഫിർഔൻ്റെ കിങ്കരന്മാർ ചോദിച്ചു, ഹേ മാഷിത്ത, നിന്റെ കുട്ടി ഈ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ്. നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന്? ഇത്ര ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല. പക്ഷേ മാഷിത്ത ബീവി തൻ്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനെയാണ്. പേടിക്കാതെ പൊയ്ക്കോളൂ. റബ്ബിൻ്റെ രാജസന്നിധിയിലെ സ്വർഗീയാരാമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇത് കേട്ട് ഫറോവയും കൂട്ടരും തിളയ്ക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയായിട്ട് കരിച്ചു കൊന്നു. രണ്ടാമത്തെ കുട്ടിയെയും അതുപോലെ ആ മാതാവിൻ്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി. ചങ്കുപൊട്ടുന്ന വേദനയോടെ മാഷിത്ത ബീവി അത് നോക്കി നിന്നു. യാ അല്ലാ, ഞാൻ സ്വീകരിച്ചത് ഇസ്ലാം മതമാണ്, ഏക ഇലാഹാണ്. അവർ പിന്തിരിഞ്ഞില്ല. അവസാനം 7 മാസം പ്രായമുള്ള 3ാമത്തെ കുട്ടിയായ ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഫിറഔൻ എണ്ണയിലേക്ക് ഇടാൻ പോകുകയെ ആ മാതാവ് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. താലോലിച്ച് താരാട്ടുപാടി കവളിൽ മുത്തം കൊടുത്ത് മടിയിൽ ഉമ്മ വെച്ചുറുക്കി കൊതു തീർന്നിട്ടില്ല റബ്ബേ, ലാളിച്ചാശ തീർന്നിട്ടില്ല തമ്പുരാനെ, എൻ്റെ കൊച്ചു പൈതലല്ലേ കത്തിക്കരിയാൻ പോകുന്നത്. വാവിട്ട് കരയുകയാണ് മാഷിത്ത. അപ്പോഴതാ എണ്ണയുടെ അരികിൽ നിന്നും പിഞ്ചു പൈതൽ വിളിച്ചു പറയുന്നു, ഉമ്മ, കരയല്ലേ ഉമ്മ, വ്യസനിക്കല്ലേ ഉമ്മ, നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ലേ ഉമ്മ. ഉമ്മ, റബ്ബിൻ്റെ രാജസന്നിധിയിൽ നമുക്ക് കണ്ടുമുട്ടാം ഉമ്മ. കൊച്ചു പൈതലിൻ്റെ അത്ഭുത വാക്ക് കേട്ട് മാഷിത്ത ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞു പൈതലിനെ വാരിയെടുത്ത് മുത്തം കൊടുത്തു. ഫിറൗനോട് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ പിന്തിരിയില്ല. യാ അല്ലാ. അങ്ങനെ ഫിറൗൻ ആ കൊച്ചു പൈതലിനെയും കരിച്ചു കൊന്നു. തൻ്റെ 3 മക്കളെയും കൺമുന്നിലിട്ട് തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് കത്തിച്ചപ്പോഴും തൻ്റെ വിശ്വാസത്തിൽ നിന്ന് അണുവിരുടെ പുറകോട്ട് പോകാത്ത മാഷിത്ത ബീവിയോട് ഫറോവയുടെ ചോദ്യം, മാഷിത്ത, ഇനി നിന്നെയാണ് ഈ എണ്ണയിലേക്ക് എറിഞ്ഞു കരിക്കാൻ പോകുന്നത്. പറയൂ, എന്താണ് നിൻ്റെ അവസാനത്തെ ആഗ്രഹം? അവർ പറഞ്ഞു, കത്തിക്കരിഞ്ഞ എന്നെയും എൻ്റെ മക്കളെയും നിങ്ങൾ ഖബറടക്കുമ്പോൾ എൻ്റെ ഖബറിൽ വെക്കണം. ജിബ്രീൽ ആ ചരിത്ര സംഭവം പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു. അവസാനം പറഞ്ഞു, ഇതാണ് നബിയെ അടിമ സ്ത്രീ ചെയ്ത പുണ്യം. ഈ ഒരൊറ്റ കാരണത്തിലാണ് അന്ത്യനാൾ വരെ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നതാണ്. ഇതാണ് മാഷിത്ത ബീവി ചരിത്രം.